ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരമായ നല്ലൊരു പ്രഭാതത്തിലെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ ഏവരെയും ഈ പ്രഭാത ധ്യാനത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിഷയം പലരിൽ നിന്നും ഒരു ശരീരം. അതിന് ആപ്തവാക്യം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിലെ 26-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അമേരിക്കൻ കറൻസിയിൽ ഇപ്രകാരം ഒരു തലക്കെട്ടുണ്ട്: പലതിൽ നിന്നും ഒന്ന്. ആ തലക്കെട്ട് വെച്ചുകൊണ്ട് ഒരാത്മീകൻ ഇപ്രകാരം പറഞ്ഞു, സഭയെ നോക്കിക്കൊണ്ട് പലതിൽ നിന്നും ഒന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സഭ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു അടിസ്ഥാനമിട്ട് ദൈവസഭയുടെ വളർച്ചയുടെ വഴികൾ. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഉയരങ്ങളിലേക്ക് പോയി തൻ്റെ ശിഷ്യന്മാരോട് ചേർത്ത് നിർത്തുമ്പോൾ പോകും മുമ്പ്, സ്വർഗാരോഹണം ചെയ്യും മുൻപ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണം എന്നുള്ള വലിയ ആഹ്വാനത്തോടുകൂടി വലിയൊരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് കയറുന്നത്. ഈ ആരംഭ കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാർ ആ ദൗത്യം നിർവഹിക്കുകയുണ്ടായി. ജെറുസലേം തുടങ്ങി യഹൂദിയ തുടങ്ങി ശമരിയിലൊക്കെയും കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെക്കുന്നതിൽ അവർ അഹോചരം പ്രയത്നിച്ചു, പ്രവർത്തിച്ചു. എന്നാൽ ജാതികളിലേക്ക് സുവിശേഷം എത്തുവാൻ അപ്പോസ്തലനായ പത്രോസിന് ഒരു ദർശനം വേണ്ടി വന്നു. ആ ദർശനം ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ പശ്ചാത്തലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയുമായിരിക്കുമല്ലോ. ആ ദർശനം പത്രോസിനെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുചെല്ലുവാനും കൊർന്നല്യോസ് കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കൊർന്നല്യോസ് മുഖാന്തരം ആ കുടുംബം കർത്താവിനെ അറിയുവാൻ ഇടയായി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നാം ഒക്കെ പലതിൽ നിന്നും പലരാണ്. ഇന്ന് ലോകത്തിൻ്റെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം കടന്നു ചെന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മുക്കിലും മൂലയിലും കർത്താവിൻ്റെ സുവിശേഷം എത്തി നിൽക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ ക്രിസ്തുവിനെ അറിയുന്നു. വെളിപ്പാടുകാരനായ യോഹന്നാൻ 14:6 പറഞ്ഞിരിക്കുന്നത് പോലെ സർവ്വജാതിയും സർവ്വഗോത്രവും സർവ്വഭാഷയും സർവ്വവംശവും ആയവർ ദിനം പ്രതി ദൈവസഭയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമം എവിടെയെല്ലാം ഉയർത്തപ്പെട്ടോ അവിടെയെല്ലാം സഭകൾ ഉയരപ്പെട്ടു. ആ സഭകളിൽ ആളുകൾ നിറയുവാൻ തുടങ്ങി. കെട്ടിടങ്ങൾ വളരെയധികം വളർന്നു. എന്നാൽ ഇന്ന് സഭ അല്ലെങ്കിൽ സഭ എന്ന കെട്ടിടം ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എങ്ങനെയുള്ളവർ ആണ് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭ വളരുന്നു, സഭാ കെട്ടിടങ്ങൾ വളരുന്നു. ആ കെട്ടിടത്തിനകത്തുള്ള വ്യക്തികളുടെ ഹൃദയം എപ്രകാരം ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരമാണ് പറയുന്നത്: നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതായത് അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അതോടൊപ്പം തന്നെ കർത്താവ് കാണിച്ചു തന്ന മാതൃക പിൻപറ്റി
പിൻപറ്റുന്ന വ്യക്തി ജീവിതങ്ങൾ, അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാണോ നാം ഓരോരുത്തരും, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സഭാ കെട്ടിടത്തിലെ അംഗങ്ങൾ എന്നുള്ള കാര്യം ഈ പ്രഭാതത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലതിൽ നിന്നും നമ്മെ ഒന്നിലേക്ക് വേർതിരിച്ചിരിക്കുന്നു, ഒന്നിലേക്ക് സ്വർഗം ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന സഭ, ശേഷിപ്പ് സഭ, ആ ശേഷിപ്പ് സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ആ അംഗങ്ങൾ കർത്താവിൻ്റെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നവരാണോ? ആ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ പിന്തുടരുന്നവരാണോ? ആ അംഗങ്ങൾ കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കുന്നവരാണോ? ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. ഈ തിരുവചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. നാം അങ്ങനെയല്ല, ദൈവസഭയുടെ ഭാഗമാണ് എങ്കിലും ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിലേക്ക് കടന്നു വരുവിൻ. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഈ പ്രഭാതം നിങ്ങളെ കർത്താവ് ക്ഷണിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിന് നന്ദി. ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞങ്ങളെ സ്വർഗം വിളിച്ചിരിക്കുന്നല്ലോ. അമ്മേ, കർത്താവിൻ്റെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്നവരായി തീരുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവ ജീവിതത്തെ പിൻപറ്റുന്നവരായി തീരുവാൻ, ആർദ്രതയുള്ള, അനുകമ്പയുള്ള, ഐക്യതയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ സ്വർഗം ഞങ്ങളെ ക്ഷണിച്ചിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കായി സ്വർഗം ഒരുക്കുന്ന ഭവനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിലെ അംഗങ്ങളായി തീരുവാൻ തക്ക വിധത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വചനം കേട്ട സകല വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾക്കായി തന്ന ഈ പകൽക്കാലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് അടിയങ്ങളെ അയക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.